ഒരു പാരൻസ് ആവുന്നതിന് മുൻപ് ഇന്നത്തെ കുട്ടികൾ ഇപ്പോൾ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ട് അല്ലെങ്കിൽ അതിനുള്ള ഒരു കുട്ടി വരുമ്പോൾ ഒരു സാഹചര്യം സൃഷ്ടിച്ചതിന് ശേഷം കുട്ടികൾ മതി എന്ന് തീരുമാനം എടുക്കുന്ന ഒരുപാട് പാരൻസ് ഇപ്പൊ വന്നിട്ടുണ്ട്. ഒരു കണക്കിന് നല്ലതെന്നും പറയാം. അവരുടെ ജീവിത സാഹചര്യം ബെറ്റർ ആവുന്ന രീതിയിൽ ചിലപ്പോൾ ആ ജീവിത സാഹചര്യം വന്നതുകൊണ്ടായിരിക്കാം അങ്ങനെ ചിന്തിക്കുന്നുണ്ടാവാം. ശരിക്കും ഒരു പാരന്റ് ആവുന്നതിന് മുമ്പ് ശരിക്കും എന്തൊക്കെ കാര്യങ്ങൾ ചിന്തിക്കണം, എന്തൊക്കെ കാര്യം ചെയ്യണം ഒരു അച്ഛനും അമ്മയും ആവാൻ പോകുമ്പോൾ? നോർമലി ആളുകൾ ഇത് നമ്മൾ 3 ഡയമെൻഷനിലാണോ ജീവിക്കുന്നത്. ഇവിടെ ആളുകൾ ഓർഡിനറി ആയിട്ടുള്ള ആളുകൾ പറയും നമ്മൾ സേവിങ്സ് കുട്ടികൾ ഉണ്ടാവുന്നതിന് മുന്നേ ഇത്ര രൂപ സേവ് ചെയ്യണം, അല്ല അവർക്ക് വേണ്ടി സേവ് ചെയ്യണം. പക്ഷെ ഞാൻ ആദ്യം പറയാം അച്ഛനും അമ്മയും ഹീൽ ചെയ്യുക എന്നുള്ളതാണ്. അച്ഛനും അമ്മയും ഹീൽ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് ആ കുട്ടിയോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു നീതികേടായിരിക്കും. കാരണം നമ്മൾ ഈ ട്രോമയൊക്കെ അടിച്ചേൽപ്പിക്കുന്ന ആ വളർന്നു വരുന്ന കുഞ്ഞിലായിരിക്കും. കുഞ്ഞ് സഫക്കേറ്റഡ് ആയിരിക്കും. അപ്പോൾ നമ്മൾക്ക് ഇയേഴ്സ് ഓഫ് കണ്ടീഷനിങ് ഉള്ള നമ്മളുടെ ഉള്ളിലുള്ള ട്രോമയും ഹസ്ബൻഡിനുള്ളിലുള്ള ട്രോമയും ഇത് രണ്ടും കുഞ്ഞിലേക്ക് ഇഞ്ചെക്ട് ചെയ്യാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ നാർസിസ്റ്റിക് ആയിട്ടുള്ള പേരൻസ് ഒക്കെ ഉണ്ടാകുന്നത്. കാരണം അവർ പറയുന്നത് പോലെ എല്ലാം ചെയ്യണം, അവർ പറയുന്ന പോലെ ഡ്രസ്സ് ചെയ്യണം, അവർ പറയുന്ന കരിയർ ചൂസ് ചെയ്യണം,